ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, അട്ടപ്പാടി വന്ന സമയത്തേക്ക് വീഡിയോ എടുക്കാൻ എത്ര നല്ല ലൊക്കേഷൻസ് അല്ലേ. നിങ്ങൾ അട്ടപ്പാടിക്ക് വരണം കേട്ടോ. ഹല്ലേലൂയ. കുറവിലങ്ങാട് വരുന്ന കാര്യം മറക്കണ്ട, വാഴക്കുളത്ത് പോകുന്ന കാര്യം മറക്കണ്ട, ഇതെല്ലാം ഓർക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അർജന്റായിട്ട് ഒരു പ്രാർത്ഥനയുടെ ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ഒരു അർജന്റ് നിയോഗം വന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് സഹായിക്കണം. ഒരു ചെറിയ കാര്യമാണ്. ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് ശക്തിപ്പെടുത്തണം കേട്ടോ. ഒരു കാര്യത്തിൽ ഈശോയുടെ ഒരു ഹിതം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വൈദ്യരജാലത്തിന്റെ ഇടയിൽ തന്നെയാണ്. ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ കാര്യത്തിന് ഒരു അത്ഭുതകരമായ ഈശോയുടെ ഇടപെടുന്നുണ്ട്. അങ്ങനെയുണ്ടോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ചോദിക്കാൻ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒറ്റയ്ക്കല്ല എന്ന് തോന്നൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും ഈ 4 കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ്. ഏശയ്യാ പ്രവചനം 12:4 ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 12 വേഴ്സ് 4. ഏശയ്യാ 12:3 കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കഥഞ്ഞതാ ഗീതം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണേ. 4 കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾ പിക്ക് ചെയ്തെടുക്കണം. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവൻ. അടുത്തത് 2-ാമത്തേത് കേട്ടോ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവൻ. 3-ാമത്തേത്, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ വിളംബരം ചെയ്യുവൻ. 4-ാമത്തേത്, അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവൻ. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും ഈ ഒരു 4 കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 1-ാമത്തെ കാര്യം എന്ന് പറഞ്ഞ് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പഴയ എപ്പിസോഡുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അഭിഷേകനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിന് മഹത്വം നൽകുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം, നീ എനിക്ക് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ പുതിയ കൃപകൾ നിനക്ക് തരാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലാതെ വരുന്ന കർത്താവ് പറഞ്ഞിരിക്കും. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത കാര്യം എന്താ? അപ്പൊ നമ്മൾ ഇന്നത്തെ കാര്യത്തിന് നന്ദി ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു. സംഭവിക്കാൻ പോകുന്ന നന്ദി പറഞ്ഞു. ഇന്നൊരു ചെറിയ ഇഷ്യമുണ്ട്. ഇപ്പൊ എനിക്ക് ഇഷ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യം വരുന്ന വരാം. അപ്പൊ അവിടെ നമ്മൾ കർത്താവിന് ഇങ്ങനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കഴിഞ്ഞില്ല, ഈ ഈശോ ഇടപെട്ട കാര്യമുണ്ടല്ലോ, അത് ജനതകൾ വിളംബരം എന്ന് പറഞ്ഞാൽ എന്നാ, പണ്ടത്തെ കാലഘട്ടത്തിൽ അതായത് പിന്നെ ഈ ഉച്ചഭാഷ അനൗൺസ്മെന്റ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചെണ്ടയൊക്കെ അടിച്ച് എന്നിട്ട് രാജകിങ്കരന്മാർ വരളിച്ച് എന്ന് പറഞ്ഞ് വിളംബരം ചെയ്യും എന്ന് പറയുന്ന പോലെ ജനതകളുടെ ഇടയിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളിങ്ങനെ പറയണം. അപ്പൊ ജനത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീ സിറ്റിയിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അയൽവക്കത്തായിരിക്കും, ചിലപ്പോൾ പള്ളിയിൽ പോകുന്ന സമയത്ത് ഓഫീസായിരിക്കും. അതാണ് ജനത. പോട്ടെ, അങ്ങനെ ഇനി പബ്ലിക്കായിട്ട് സാക്ഷ്യം പറയാൻ പറ്റും. അങ്ങനെ ചെയ്തോ, എല്ലാ വകുപ്പിലും നടക്കണം. അപ്പൊ ചെറുത് വലുത് പിന്നെ ഇങ്ങോട്ട് വിട്ടാൽ ജനതകളിലേക്ക് പറഞ്ഞേക്കാം. അതങ്ങനെ വിളംബരം ചെയ്യാം. എന്നിട്ട് എന്നെ പറയേണ്ടതെന്നറിയോ? അതാണ് 4-ാമത്തെ കേസ്. എന്നാന്നറിയാവോ? യേശു എന്ന നാമം, ഈശോ എന്ന നാമം, അത് ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കും. യേശുവിന്റെ നാമത്തിലെ എന്തെങ്കിലും നടക്കുള്ളൂ. ഈശോ എന്ന നാമത്തിലെ നടക്കുള്ളൂ. പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ നാമത്തിൽ, അല്ലേ? ശരിയല്ലേ? പിശാച് കീഴ്പ്പെടുന്നത് ഈശോയുടെ നാമത്തിൽ, എല്ലാ മുട്ടുകളും മടങ്ങുന്നത് ഈശോയുടെ നാമത്തിൽ, നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നത് ഈശോയുടെ നാമത്തിൽ, രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമം ഈശോയുടെ നാമം, രോഗികൾ സുഖപ്പെടുന്ന നാമം യേശുവിന്റെ നാമം, പ്രാർത്ഥന കേൾക്കപ്പെടുന്ന നാമം യേശു എന്ന നാമം, പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്ന നാമം യേശു എന്ന നാമം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, അതിൽ മാത്രം ഒരു കാര്യം, അതിങ്ങനെ ഇതിനെക്കുറിച്ച് യേശുവിന്റെ നാമത്തെക്കുറിച്ച് 10 പേരോട് നീ പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നിൽക്കുന്നിടത്തുനിന്ന് അതേപോലെ അങ്ങോട്ട് ഉയരും. ആത്മീയമായി വരും, കൃപയിൽ വരും, വചനത്തിൽ വരും, പ്രാർത്ഥനയിൽ വരും, അഭിഷേകത്തിൽ വരും. നീ അത്ഭുതങ്ങൾ ചുമ്മാ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ട്? നമുക്കൊരു സാക്ഷ്യം പറയാൻ പോലും മടിയാ, പിന്നെ എങ്ങനെ ശരിയാവും പറ, അല്ലേ? 4 കാര്യങ്ങൾ ഞാൻ പറയേണ്ടതല്ല, പറഞ്ഞ സമയം പോകും. ബാക്കി നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേൾക്കുക, എന്നിട്ട് കാണാതെ പഠിക്കണം കേട്ടോ. നന്ദി, വിളിച്ചപേക്ഷ, വിളംബരം, പ്രവർത്തികൾ, പിന്നെയോ കർത്താവിന്റെ നാമം. ഗുഡ് ബൈ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളെ, നാളെ ക്വിസുണ്ട്, മത്സരമുണ്ട് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, കർത്താവിന്റെ ആത്മാവെ, അവിടുന്ന് ശക്തിയോടെ സംസാരിക്കുന്ന കർത്താവ്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് കർത്താവ്. ഈ ടോക്കെല്ലാം എടുക്കുന്നത് കർത്താവ് ഞാനല്ലാന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. ഈശോയാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു കർത്താവെ. ഇപ്പൊ ഈ വചനപ്രകാരം കർത്താവെ, ഈ ടോക്ക് തുടങ്ങിയത് കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവെ, മഹത്വപ്പെടുത്തുന്നു കർത്താവെ.
ദൈവമേ, ഈ ജനതകളോട് ചേർന്ന് അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. യേശുവേ എന്ന് നാമം വിളിക്കുകയാണ്. ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്നോളം ഈ ടോക്ക് വഴി കർത്താവെ അങ്ങ് ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ ഓർത്ത് സാക്ഷ്യപ്പെടുത്തി മഹത്വപ്പെടുന്ന കർത്താവ് ഈശോ എന്ന നാമത്തിനെന്ന് പ്രഖ്യാപിക്കുന്ന കർത്താവെ. ഈശോയുടെ നാമത്തിൽ ഈ വചനം ജീവിക്കാൻ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോട്ടെ കർത്താവ്. ദൈവകൃപ കൊണ്ട് നിങ്ങൾ നിറയട്ടെ കർത്താവ്. ഓരോരുത്തരെ ആശീർവദിക്കുന്നു കർത്താവ്. എന്റെ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ വെറും കൈയോടെ തിരിച്ചയക്കരുത്. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.